നമസ്കാരം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുമെന്നും കോഴിക്കോടെത്തി അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം വലിയ തോതിൽ പങ്കാളിയാകും എന്നുമൊക്കെ തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ വലിയൊരു പ്രചരണമാണ് സംഘടിപ്പിച്ചിരുന്നത്. കാര്യം രാഹുൽ ഗാന്ധി വരികയാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം അറിയിക്കുന്നു തനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല. കാരണം സോണിയാഗാന്ധി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അമ്മ ആശുപത്രിവാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നൊക്കെ തന്നെയാണ് അറിയിച്ചത്. എന്നാൽ നമുക്കതിൽ സോണിയാഗാന്ധി ആശുപത്രിയിലാണ് എന്ന് മാധ്യമങ്ങളടക്കം പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ നമ്മൾ ഈ കോഴിക്കോട് പരിപാടിയിൽ രാഹുൽ ഗാന്ധി ഭയക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ചിലതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഒരു മാസം തികയുകയാണ്. അവിടെ വരികയും അവിടെ വന്നതിന് ശേഷം ഒരു തറക്കല്ലിടിയിൽ ഉദ്ഘാടന മഹാമഹമൊക്കെ കോടിക്കണക്കിന് രൂപ എന്ന് തന്നെ പറയേണ്ടി വരും ചെലവഴിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ അവിടെ നടത്തിയിരുന്നു. ഏകദേശം കണക്കുകൾ പ്രകാരം 350 കോടിയോളം രൂപയാണ് ഇവരുടെ രണ്ടുപേരുടെയും അക്കൗണ്ടിലേക്ക് വന്ന് മറിഞ്ഞത് എന്നൊക്കെയുള്ള, അതായത് വി ഡി സതീശിൻ്റെയും നമ്മുടെ KPCC അധ്യക്ഷനായ സണ്ണി വക്കീലിൻ്റെയും അക്കൗണ്ടിലേക്ക് സംയുക്തമായി ഉണ്ടാക്കിയ അക്കൗണ്ടിലേക്ക് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 350 കോടിയിലധികം രൂപ. എന്നാൽ ഇത് പല ഹെഡുകളിലാക്കി അല്ലെങ്കിൽ പല തരത്തിൽ ഇത് വിനിയോഗിച്ച കാര്യങ്ങളും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. തന്നെയുമല്ല, ഇവരുടെ രണ്ടുപേരുടെയും സംയുക്ത അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും നൽകിയ സത്യവാങ്മൂലത്തിൽ എവിടെയെങ്കിലും ആ സംയുക്ത അക്കൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ജോയിൻ്റ് അക്കൗണ്ടിനെ കുറിച്ച്, ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് കാണിക്കേണ്ടതാണ്. വി ഡി സതീശനായുടെ 10 അക്കൗണ്ടുകളും അതോടൊപ്പം തന്നെ പേരാവൂരിൽ നിന്ന് മത്സരിക്കുന്ന സണ്ണി വക്കീലിന് 7 ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത്. എന്നാൽ ഇതിലൊന്നും തന്നെ ഈ പറയുന്ന സംയുക്ത അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ ആ വന്ന് ചേർന്ന് കിടക്കുന്ന പണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഈ 2 സത്യവാങ്മൂലത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു വിരോധാഭാസമാണ്. അപ്പോൾ ഈ തുകയെല്ലാം കൂടെ PR വർക്കിന് വേണ്ടി കൂടുതൽ തുക ചെലവഴിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയനാടുകാർക്ക് തൽക്കാലം വീട് വെച്ച് തരാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് കോഴിക്കോടേക്ക് വന്ന് ഇറങ്ങുക എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഒരു മാസം പിന്നിട്ടിട്ടും നിങ്ങൾ എന്താണ് വയനാട്ടിലെ മേപ്പാടിയിൽ കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് വാങ്ങിയിട്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്ന ഭൂമിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ജനം ചോദിക്കും. 100% ഉറപ്പായി ചോദിക്കും. മഹാപഞ്ചായത്തിൽ വെച്ച് കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളിയതുപോലെ ആരെയും ചോദ്യം ചോദിക്കാൻ അനുവദിക്കാതെ ചില സ്ക്രിപ്റ്റഡ് ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ് അന്ന് രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പെട്ടെന്നാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നുകൊണ്ട് ബീഹാറിൻ്റെ വികസന മുരടിപ്പിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ബംഗാളിൻ്റെ വികസന മുരടിപ്പിനെക്കുറിച്ചും ഇങ്ങോട്ട് വന്നിട്ട് കേരളത്തിൻ്റെ വികസന വളർച്ചയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ ചോദ്യത്തിൽ വിരളി പൂണ്ട കോൺഗ്രസ് പ്രവർത്തകർ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി തള്ളി തോൽപ്പിക്കുകയുമൊക്കെ ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ചോദ്യം സദസ്സിൽ നിന്നും ആരെങ്കിലും ചോദിച്ചാൽ, പതിവ് പോലെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഗിമിക്സുകളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ അതിവിദഗ്ധനാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് ഏൽക്കുന്ന ഒരു വലിയ മങ്ങലായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ മാസം വന്നിട്ട് കല്ലിട്ടിട്ട് പോയ ആ സ്ഥലത്ത് എന്തുണ്ടായി, അതിനുശേഷം ഒരു മാസത്തിനകത്ത് എന്ത് വികസനമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം സ്വാഭാവികമായ ഒരു ചോദ്യമായി ഉയർന്നു വരും എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി ഭയക്കുന്ന ഒരു കാര്യം. കേരളത്തിലേക്ക് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ MP ആയിരുന്ന ഒരാൾ കേരളത്തിൽ 2ാം വട്ടവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. പിന്നീട് അതിൽ തുടരാൻ സാധിച്ചില്ല. പിന്നീട് സ്വന്തം സഹോദരിയെ ഇവിടെ കൊണ്ടുവന്ന് MP ആക്കി തിരിച്ചു കൊണ്ടുപോയ ഒരു മനുഷ്യനാണല്ലോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടി കോഴിക്കോട് നടന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മുടെ RC, അതായത് രമേശ് ചെന്നിത്തലയുടെ ഒരു വലിയ വളർച്ചയാണ് നമ്മളവിടെ കാണേണ്ടത്. അതായത് KC വേണുഗോപാലിൻ്റെ ചിത്രങ്ങളോ അല്ല VD സതീശൻ്റെ വലിയ ചിത്രങ്ങളോ ഒന്നും നമ്മളവിടെ എങ്ങും കണ്ടില്ല. പകരം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചിത്രങ്ങൾ ധാരാളമായി കണ്ടു. തന്നെയുമല്ല, അവിടെ പലരും ഉപയോഗിച്ച UDFൻ്റെ തൊപ്പിയിൽ കൃത്യമായി രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയും കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാൾ ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേ നടത്തിക്കൊണ്ട് ഒരു അടിയിലൂടെ ഒരു പാലം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ 2 പേരാണ് സപ്പോർട്ട് ചെയ്തത്. അതായത് K. സുധാകരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവും അതോടൊപ്പം PJ കുര്യനും, ഇവർ 2 മുതിർന്ന നേതാക്കന്മാർ രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് വളരെ ആഗ്രഹിച്ചു എന്നുള്ളത് വാസ്തവമാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ആ കോഴിക്കോട് നടന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ശരിക്കും കോൺഗ്രസിനകത്തുള്ള ഒരു ചേരിപ്പോര് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അവിടെ രാജീവ് പിന്നെ ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും വലുത്, രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ, അങ്ങനെ ജനങ്ങളെല്ലാവരും രമേശ് ചെന്നിത്തലയെ ഒരുപാട് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിളംബരം തന്നെയാണ് ശരിക്കും കോഴിക്കോട് വെച്ച് നമ്മൾ കണ്ടതെന്ന് പറയേണ്ടി വരും. മറ്റുള്ള ആൾക്കാരെ വെച്ച് പരിഗണിച്ച് നോക്കുമ്പോഴും എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു ചോദ്യവും നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് പോകുമ്പോൾ സ്വാഭാവികമെന്നോണം ഒരു പാർലമെൻ്ററി വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഇന്നും ആഭ്യന്തര വകുപ്പിൽ നിരവധി ആളുകളുമായി ഒരു ഈ പറയുന്ന പോലെ അടിയൊഴുക്കുകൾ നിലനിൽക്കുന്നതുമായ ഒരു നേതാവ് തന്നെ വേണ്ടേ എപ്പോഴും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ. അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇല്ലാതെ പോയതും ആ ഒരു ക്വാളിറ്റിയാണ്. അതോടൊപ്പം മറ്റ് മന്ത്രിമാരെയും അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരെയും ഒപ്പം ചേർത്ത് നിർത്തുന്ന കാര്യത്തിലും അവരോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലും വി ഡി സതീശൻ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ധാർഷ്ട്യം രമേശ് ചെന്നിത്തലയ്ക്കില്ല. രമേശ് ചെന്നിത്തല വളരെ സൗമ്യമായി വളരെ സരസമായി പലരെയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ചേരി തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് കോഴിക്കോട് നടന്ന ഒരു സമ്മേളനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കോഴിക്കോട് നടന്ന സമ്മേളനം കെ സി വേണുഗോപാലിൻ്റെയും വി ഡി സതീശൻ്റെയും രാഷ്ട്രീയത്തിലെ പ്രസക്തിയില്ലായ്മ വിളിച്ചോതുന്നതായിരുന്നു. അതുമാത്രമല്ല ഇവർ മൂന്ന് പേരും തമ്മിൽ നിലനിൽക്കുന്ന ശക്തമായ ഭിന്നതയും ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഘടകങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ പൂർണ്ണമായി നമ്മൾ പറയുകയാണെങ്കിൽ കോൺഗ്രസിലെ കാറ്റ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വീശിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ വീശുന്ന തരത്തിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടെ ചില പോസ്റ്ററുകളൊക്കെ നശിപ്പിച്ച് കളയുന്ന രീതികളും ഉണ്ടായി. അതൊക്കെ CPM-ൻ്റെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ചില വിഭാഗീയ തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളായി തന്നെ നമുക്കതിനെ കാണേണ്ടി വരും എന്നുള്ള കാര്യവും തീർച്ചയാണ്.